നിങ്ങൾക്കെല്ലാവർക്കും ഷേപ്പ് യുവർ ഡേയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും കിടപ്പുമുറി എപ്പോഴും എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നും സ്റ്റഡി ഏരിയ എങ്ങനെ ആയിരിക്കണം എന്നും ഉള്ള ഒരു 15 ടിപ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ 5 മിനിറ്റ് കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടിപ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായും കാണണം കേട്ടോ. നമുക്ക് രാവിലെ മുതൽ തന്നെ തുടങ്ങാം. ഒന്നാമതായി രാവിലെയും രാത്രിയും ജനൽ 10 മിനിറ്റെങ്കിലും നല്ല വായുസഞ്ചാരം ലഭിക്കുന്നതിന് വേണ്ടി തുറന്നിടണം. സൂര്യപ്രകാശം നമ്മുടെ റൂമിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യരുത്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല അണുനാശിനിയാണ് സൂര്യപ്രകാശം. തന്നെയുമല്ല, രാവിലെ നമ്മളിങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് ജനൽ തുറന്നിടുന്നത് കൊണ്ട് നല്ലൊരു പോസിറ്റിവിറ്റി നമ്മുടെ റൂമുകളിൽ നിറയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബെഡ് മേക്കിംഗ് ആണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ബെഡ് മേക്കിംഗ് ചെയ്യണം. ഇതെന്തിനാണെന്ന് അറിയാമോ? ഈ തവി ഉപയോഗിച്ച് നമുക്കിങ്ങനെ ബെഡ്ഷീറ്റ് അകത്തേക്ക് തിരികെ കയറ്റി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വിരലൊക്കെ വേദന എടുക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബെഡ് നല്ല ടൈറ്റായിട്ട് തന്നെ ടക്ക് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. മറ്റൊരു ബെഡ്ഷീറ്റ് കൊണ്ട് നമ്മുടെ ഈ ബെഡ് ഒന്ന് കവർ ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പൊടി അലർജിയൊക്കെ ഉള്ളവർക്കും ഒത്തിരി നല്ലതായിരിക്കും. ബെഡ് വിരിച്ചിടുന്നത് കൂടി തന്നെ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ റൂമിന് ഉണ്ടാക്കാൻ സാധിക്കും. ഉടുപ്പുകൾ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സ്വഭാവമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവർക്കായിട്ട് ഇത്തരം ബോക്സുകൾ നൽകാവുന്നതാണ്. ഒരു തവണയായാലും ഉപയോഗിച്ച ഒരുപാട് വസ്ത്രങ്ങൾ ബെഡ്റൂമിൽ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കിടപ്പ് മുറികളിൽ അടപ്പുള്ള ലോണ്ട്രി ബിന്നായിരിക്കും മുഷിഞ്ഞമണം വരാതിരിക്കാനായിട്ട് നല്ലത്. ബെഡ്റൂമുകൾക്ക് ഇണങ്ങുന്ന നല്ല ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുക. കുട്ടികളുടെ റൂമുകളിലേക്കൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള പൂക്കളും ഒക്കെ കൊണ്ട് കളർഫുള്ളായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡെക്കറേഷൻ കൂടിയാണ്. ഈ തരത്തിലുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിൽ അധികം കെയറും ആവശ്യമില്ല. കിഴക്കോട്ട് ഫേസ് ചെയ്ത് സ്റ്റഡി ടേബിൾ ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റൂളിൻ്റെ അടിയിൽ ഒരു ചെറിയ മാറ്റിടുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാല് ഈ മാറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ജോലിയൊക്കെ ക്ഷീണം കൂടാതെ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റഡി ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കാതെ പകരം ഒരു ഗ്ലോബ് വെച്ച് അലങ്കരിക്കാം. വലിയ മെനക്കേടൊന്നുമില്ലാതെ നമ്മുടെ റൂം എപ്പോഴും ഭംഗിയായിട്ടിരിക്കാനായിട്ടുള്ള ചില ടിപ്സുകളാണ് ഇനി. മാഗസീൻ കളക്ടർ, ബോക്സുകൾ, കാർഡ്ബോർഡ് പെട്ടികൾ എല്ലാം തന്നെ നമ്മുടെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബുക്സൊക്കെ നമ്മൾ പെട്ടിയിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൂം പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നതിനും ഈ ബുക്സൊക്കെ പൊടി പിടിച്ചിരിക്കാതിരിക്കാനും സഹായകരമാണ്. ബുക്കുകളിലും പേപ്പറുകളിലും ഒക്കെയാണ് ഒരുപാട് പൊടി വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. മുറി അടുക്കി പെറുക്കി വയ്ക്കുവാൻ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ വലുതാവുമ്പോഴും അവർക്കത് സഹായകരമായിരിക്കും. നമുക്ക് താമസിക്കാൻ വീടുള്ളതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങൾക്കും അതിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനം നൽകുക. അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ പെരുകാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ബെഡ്റൂമിൽ ഇരിക്കേണ്ടതല്ലാത്ത എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റുക. വലിയ സാധനങ്ങളെക്കാൾ കൂടുതൽ ചെറിയ സാധനങ്ങളാണ് അളിഞ്ഞു വാരി കിടക്കുന്നത്. ഈ തരത്തിലുള്ള എല്ലാ കൊച്ചു സാധനങ്ങളും ബോക്സുകൾക്കകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ അടുക്കി പെറുക്കി വെക്കാനായിട്ട് അത് വളരെ എളുപ്പമായിരിക്കും. റൂം ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കണമെന്ന് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ജോലിയും മറ്റു തിരക്കുകളുമായിട്ട് എന്നും അടുക്കി വയ്ക്കാനൊന്നും നമുക്ക് സമയവും കിട്ടില്ലായിരിക്കും. എല്ലായിടത്തും ഇതുപോലെ ഓരോ ബോക്സുകൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ചെറിയൊരു മിനുക്ക് പണി ചെയ്താൽ മാത്രം മതി. മാല, വള, കമ്മൽ ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കൊച്ചു ബോക്സുകൾ ഉപയോഗിക്കാം. മേശയിൽ വയ്ക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബോക്സുകളിലേക്ക് അത് വയ്ക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ചെറിയ ഐറ്റംസ് മാറ്റി ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും പാട്. ഒതുക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഇതുപോലൊരു ഹൈഡിങ് കോർണറിൽ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സുകളാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബിനെ കുറിച്ചുള്ള കുറച്ച് പേരുടെ സംശയങ്ങൾ ഞാനിവിടെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇനി നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും.
ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളതിൽ തൊടുമ്പോൾ ഗ്രേ കളറിൽ വരും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറേ ഒരു ബെല്ലിൻ്റെ പടമുണ്ട്. ബെല്ലിൽ ഒന്ന് തൊടുക. അപ്പോൾ ആദ്യം വരുന്ന ഓൾ എന്നുള്ള സ്ഥലത്ത് തൊടുക. ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടത്തില്ല. അത് ഫ്രീ ആണ്. TV പ്രോഗ്രാമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കേബിൾ കണക്ഷൻ എടുക്കില്ലേ, ഏകദേശം അതുപോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കണക്ഷൻ നമ്മൾ ഒരു തവണയിലേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒരു പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജർമ്മൻ ഭാഷയിലുള്ളതും കൂടി ഞാനിവിടെ ഒന്ന് കാണിച്ചു തരികയാണ്. ഈ സെയിം കാര്യം തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. നമ്മുടെ ഈ ചാനൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചാനലും നിങ്ങൾക്ക് ഈ തരത്തിൽ ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ എല്ലാ വീഡിയോസിലും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ഒരു തവണ മാത്രം. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ. ചിരിക്കല്ലേ?